ഇന്ന് നമ്മൾ ഇറ്റ് ഒക്വേർഡ് ടു മീ എന്നുള്ള ഫ്രേസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സെൻറ്റൻസ് പാറ്റേൺ ആണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജേർണി സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഒരു ഫ്രേസാണിത്. ഇതിൻ്റെ മീനിങ് വരുന്നത് ഹാവിങ് ആൻ ഇൻസൈറ്റ് ഓർ റിയലൈസേഷൻ അബൌട്ട് സംതിങ് ഓൾ ഓഫ് എ സഡൻ. പെട്ടെന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ നമുക്ക് കിട്ടുകയാണ് പെട്ടെന്ന്. അപ്പം അതിനാണ് നമ്മൾ ഇറ്റ് ഒക്വേർഡ് ടു മീ എന്നുള്ള ഫ്രേസ് വെച്ച് അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഹാസ് ഒക്വേർഡ് ടു മീ നൗ ഓൺലി ഐ വെൻറ്റ് ടോട്ടലി ബ്ലാങ്ക്. ഇറ്റ് ഹാസ് ഒക്വേർഡ് ടു മീ നൗ ഓൺലി ഐ വെൻറ്റ് ടോട്ടലി ബ്ലാങ്ക് എന്ന് വെച്ചാൽ എനിക്കിപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർമ്മ വന്നത്, ഞാനത് പാടെ മറന്നു പോയിരുന്നു. ഇനി വേറൊരു സെൻറ്റൻസ് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഒക്വേർഡ് ടു മീ ടുഡേ ഓൺലി ദാറ്റ് വി ബിലോങ് ടു ദ സെയിം ചർച്ച്. ഇറ്റ് ഒക്വേർഡ് ടു മീ ടുഡേ ഓൺലി ദാറ്റ് വി ബിലോങ് ടു ദ സെയിം ചർച്ച്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ചർച്ചിൽ ഉള്ള മെമ്പേഴ്സ് ആണെന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഇറ്റ് ഒക്വേർഡ് ടു ഹിം നൗ ഓൺലി ദാറ്റ് he is running short of time. It occurred to him now only that he is running short of time. അവന് സമയമില്ല, കുറച്ച് സമയം മാത്രമേ അവൻ്റെ കയ്യിലുള്ളെന്നുള്ള ബോധം അവന് ഇന്നാണ് വന്നത്. അപ്പോൾ ഈ ഇറ്റ് ഒക്വേർഡ് ടു മീ എന്നുള്ള ഈ ഒരു ഫ്രേസിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് പിടികിട്ടിയില്ലേ? നമുക്ക് ഒത്തിരി സെൻറ്റൻസസ് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇറ്റ് ഒക്വേർഡ് ടു മീ എന്നുള്ള ഈ ഫ്രേസ് വെച്ച് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ഇനിയും അടുത്തൊരു ലെസണുമായിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലെസണുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.